10-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട താരീഖി ബെഹിക്കെ എന്ന പേർഷ്യൻ കുക്ക് ബുക്കിൽ പറയുന്ന സൻബൂസക്കാണ് നമ്മൾ ഇന്ന് കാണുന്ന സമൂസ. പേർഷ്യൻ വ്യാപാരികൾക്ക് ദീർഘദൂര യാത്രകൾ പോകുമ്പോൾ കേടുകൂടാതെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഭക്ഷണമെന്ന നിലയ്ക്കാണ് സൻബൂസക് പേർഷ്യയിൽ പ്രചരിക്കുന്നത്. ഗോതമ്പ് മാവ് കൊണ്ടുള്ള ഔട്ടർ കവറിങ്ങും മീറ്റും ഡ്രൈ ഫ്രൂട്ട്സും ചേർന്ന് ഫില്ലിംഗ് വെച്ച് ബേക്ക് ചെയ്താണ് സൻബൂസക് ഉണ്ടാക്കിയിരുന്നത്. ഫില്ലിംഗ് ഈവണായി സ്പ്രെഡ് ചെയ്യാനുള്ള സൗകര്യത്തിനും യാത്ര ചെയ്യുമ്പോൾ ഒതുക്കി പാക്ക് ചെയ്യാനും പറ്റുമെന്നുള്ളതുകൊണ്ടാണ് ട്രയാങ്കിൾ ഷേപ്പിൽ ഇത് ബേക്ക് ചെയ്തിരുന്നത്. ട്രയാങ്കുലർ പേസ്ട്രി എന്ന അർത്ഥം വരുന്ന സൻബൂസക് എന്ന പേർഷ്യൻ വാക്കിൽ നിന്നാണ് സൻബൂസക് എന്ന പേര് ഇതിന് കിട്ടുന്നത്. 13-ാം നൂറ്റാണ്ടിൽ മുസ്ലിംസ് വ്യാപകമായി മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയ കാലത്ത് ഇന്ത്യയിലേക്ക് വന്ന മുസ്ലിം മൈഗ്രൻസ് വഴി ഡൽഹിയിലും സൻബൂസക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അതുവരെ ബേക്ക് ചെയ്ത് മാത്രം കഴിച്ചിരുന്ന സംബൂസകൾ ഡീപ് ഫ്രൈ ചെയ്ത് പരിഷ്കരിക്കപ്പെടുകയും സൻബൂസക് എന്ന പേര് ലോപിച്ച് സമൂസ എന്നാവുകയും ചെയ്തു. 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഉരുളക്കിഴങ്ങ് ഇന്ത്യക്ക് ആദ്യമായി പരിചയപ്പെടുത്തിയതോടെ സമൂസയിൽ വെജിറ്റേറിയൻ വേർഷൻസും ഇന്ത്യയിൽ വന്നു. ലോകം മുഴുവനും പല പേരുകളിൽ സംബൂസക് എന്നുണ്ടെങ്കിലും ഇന്ത്യയിലുള്ളത്ര വേരിയേഷൻസ് വേറെ എവിടെയും കാണില്ല. പഞ്ചാബി ആലു സമൂസയും ബംഗാളിലെ നിലക്കടലയും ഉരുളക്കിഴങ്ങും ചേർത്ത ഷിങ്കാര സമൂസയും സ്ക്വയർ ഷേപ്പിലുള്ള ഹൈദരാബാദി ലുക്മി സമൂസയും ഗോവയിലെ ചമൂക്കയുമെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇതുപോലുള്ള ഡിഷസിനും അതിൻ്റെ പിന്നിലുള്ള സ്റ്റോറീസിനും പ്ലീസ് ടു ഫോളോ ലിറ്റിൽ ടേൽസ്.